ഹലോ! ഇപ്രാവശ്യത്തെ ഓണത്തിന് എങ്ങോട്ടും പോകണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരിക്കും, അമ്പലങ്ങളിലും പിന്നെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 ഒക്കെ അല്ലേ, അസൈൻമെൻറ്റ്, സെമിനാർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മന്ത്ലി ടെസ്റ്റ് 30-ാം തീയതി ഉണ്ട്. അപ്പോൾ അതിനുള്ള പഠിക്കുകയൊക്കെ വേണമായിരുന്നു. അതുകൊണ്ടാണ് എങ്ങോട്ടും പോകാനൊന്നും പ്ലാൻ ഇടാത്തത്. എന്നാലും ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയിട്ട് 2 സിനിമ കാണുക, പിന്നെ അന്നത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക എന്നൊക്കെ. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ വല്യമ്മ വിളിച്ച് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ പ്ലാനൊക്കെ മാറ്റി അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മക്കളൊക്കെ കൂടിയിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ കളിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്കെന്നാൽ ടൗണിൽ പോവാമെന്ന്. ടൗണിൽ പോയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഫ്രൂട്ട് പൈ ആണ്. അത് കൂൾ ബാറാണ്. അവിടെ ചെന്നപ്പോൾ ഫലൂദ, ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിച്ചു. ടൗണിലേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്നു പോകുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയിട്ട് നടന്ന് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വന്നു കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി സംസാരിച്ചിരുന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും എണീച്ച് കുളിച്ച് അമ്മ സാമ്പാറും ഇഡ്ഡലിയും ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു അടുക്കളയിൽ. അച്ഛൻ ഉച്ചത്തേക്കുള്ള പായസവും ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് എടയ്ക്കലിൽ പോയാലോ ചോദിച്ചു. ചേട്ടൻ പറഞ്ഞത് ഉച്ചയ്ക്ക് അവർ വീട്ടിലേക്ക് പോകുന്നതാണ്. എന്തായാലും എടയ്ക്കലിൽ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തായി, സാമ്പാറും ഇഡ്ഡലിയും ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് അമ്മ പോയി ഒരുങ്ങി. ഞങ്ങളുടെ അടുത്ത് ഒരുങ്ങിക്കോളാൻ പറഞ്ഞ്. പിന്നെ അച്ഛൻ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഒരുങ്ങിയത്. എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല. പിന്നെ ഉണ്ടാക്കിയ ഇഡ്ഡലി എല്ലാവരും കൂടി കുറച്ച് കുറച്ചാക്കി എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ വടുവഞ്ചാൽ ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. വടുവഞ്ചാൽ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ആയിരംകൊല്ലി പോയി ഇറങ്ങി. അവിടെ വന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം കാത്തു നിന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോറിക്ഷ തന്നെ 2 ട്രിപ്പാക്കി എടുക്കേണ്ടി വന്നു. ഞങ്ങൾ 9 പേരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ 5 പേരും സെക്കൻഡിൽ 4 പേരുമായിട്ട് ഞങ്ങൾ എടയ്ക്കലിൽ വന്നിറങ്ങി. സ്വതവേ എടയ്ക്കൽ റൂട്ടിലേക്ക് വണ്ടി കുറവാണ്. പിന്നെ തിരുവോണം ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന 2 ബസ് അന്ന് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല. എടയ്ക്കലിലേക്ക് ബസ് വരില്ല, നമ്മളെ താഴെ കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നടക്കുക ചെയ്യേണ്ടത്. കുറേ മുകളിലേക്ക് നടക്കണം.
ഞങ്ങളങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പൈനാപ്പിൾ വാങ്ങിയിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. അത് കഴിച്ചുകൊണ്ട് കയറിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, കയറുമ്പോൾ തന്നെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പു കയറുമെന്നുള്ളത്. അപ്പു എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ചെറുത്, അതാണ്, അവൻ്റെ അനിയനാണ്. അവൻ കയറുമെന്നായിരുന്നു ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നത്. അവനായിരുന്നു ആദ്യം കയറിപ്പോയത്. ഞാൻ താഴെ, എനിക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കയറി കേട്ടോ എങ്ങനെയൊക്കെയോ. അവിടെ ഇടയ്ക്കലിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് മുകളിൽ ഒന്ന് നോക്കുമ്പോൾ ഉണ്ട് ഡാം കാണുന്നു, കാരാപ്പുഴ. അത് അച്ഛൻ വെറുതെ ചേട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ എന്താക്കി, എന്നാൽ പിന്നെ അങ്ങോട്ടും കൂടി പോവാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് അവർ വീട്ടിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞ് നിന്നവർ കാരാപ്പുഴ ഡാം കണ്ടപ്പോൾ എന്തായി, അവർക്ക് അതും കൂടി കാണണമെന്നായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചത് വൈകുന്നേരം 4 മണിക്കാണ്. ഞങ്ങൾ 4:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഞങ്ങൾ മൂവിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ARM കാണാനാണ് പോയത്. അപ്പം ഞാൻ എടയ്ക്കലിനും കാരാപ്പുഴയിൽ നിന്നും എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.